മുമ്പില് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, തങ്ങളെ, ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്, എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം എപ്പോഴെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ മുമ്പില് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് തങ്ങളെ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവർ കടന്നു വരുമ്പോഴാണ്, ആനന്ദത്തിന്റെ വഴികളിലൂടെ അവർ കടന്നു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആനന്ദത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തങ്ങളെ, ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തണം. നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന വഴികളിലൂടെ, സന്തോഷത്തിന്റെ വഴികളിലൂടെ നമ്മുടെ പുന്നാര മക്കളൊന്ന് കടന്നു നീങ്ങണം. അതിന് പറ്റുന്ന ഏതൊരു വഴിയാണോ അവിടെന്ന് പഠിപ്പിക്കുമോ? അതിന് പറ്റുന്ന ഏത് വഴിയാണോ അവിടെന്ന് പഠിപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ മക്കള്. അതുകൊണ്ട് ആ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ ഒരു ഉമ്മയും ഒരു ബാപ്പയും ആഗ്രഹിക്കൂല. അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുമോ തങ്ങളെ? ഉടൻ തന്നെ മഹാനുഭാവൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ഒരു സൂറത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ. ആ സൂറത്ത് നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഓതിയ ആ മക്കളുടെ ജീവിതം ഒരിക്കലും അവിടുന്ന് സങ്കടത്തിലും വിഷമത്തിലുമാകൂല. ഏതാണ് അവിടുന്ന് ചോദിച്ചു പോവുകയാണ്, ഏതാണ്? മഹാനുഭാവനോട് ചോദിക്കുന്നു, തങ്ങളെ, എന്റെ മകൻ ഞാൻ പറയുന്ന എന്റെ വഴിയിലൂടെ എന്റെ പൊന്നാര മകനെന്ന് കടന്നു വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് പറ്റുന്ന വഴി ഏതാണ്? അതിന് ഉതകുന്ന വഴി ഏതാണ്? തങ്ങളെ, നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചാൽ അത് ജീവിതത്തിന് വലിയ മാറ്റമാണ്, ജീവിതത്തിന് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അതിന് പറ്റുന്ന ഏറ്റവും നല്ല വാക്കുകൾ അവിടെ നിന്ന് പഠിപ്പിക്കണേ. ഉടൻ തന്നെ പറഞ്ഞു, പെങ്ങളെ, നിങ്ങളുടെ അരിമ മക്കള് പോലും അറിയാതെ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ചില കാര്യം മക്കൾ അറിയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ സാധാരണ എപ്പോഴും മക്കൾക്ക് ഭക്ഷണം കൊടുക്കും, എപ്പോഴും മക്കൾക്ക് വെള്ളം കൊടുക്കും. എന്നാൽ ആ കൊടുക്കുന്ന സമയത്ത് ഒരേ ഒരു സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് മന്ത്രിക്കുമോ? ഏതാണ് ആ സൂറത്ത് എന്നറിയുമോ? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കള് നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളെ അനുസരിക്കുന്നവരായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരായി മാത്രമല്ല, എത്രയോ ഉമ്മമാര് പറയുന്നുണ്ട് ഇവനിക്ക് പൈശാചികമായ ശർറുണ്ട്, രാത്രികാലങ്ങളിൽ അവനിക്ക് സങ്കടമാണ്, അവന് പ്രയാസമാണ്, അതുകൊണ്ടൊന്ന് ദുആരക്കുമോ എന്ന് പറയുന്നവരോട് പറഞ്ഞു തരട്ടെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന് ഏറ്റവും നല്ല ശർറുകൾ മാറാൻ പറ്റുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ സൂറത്തുൻ നാസ് ഓതി മന്ത്രിച്ചിട്ട് വെള്ളം കൊടുക്കുമോ? ചിലപ്പോ ചില നിരീശ്വരവാദികൾ ഇവരെടുത്തിട്ട് പറയും വെള്ളം ഓതി കുടിച്ചാൽ മാറുമെന്നാണ്. നമുക്ക് വിശ്വാസമില്ലേ? നമുക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, നമ്മുടെ ഈമാനിന്റെ മാധുര്യമുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് ഓതി മന്ത്രിക്കാൻ പറഞ്ഞു. ഈ പെണ്ണ് പറഞ്ഞു, തങ്ങളെ, ഒരല്പസമയം എനിക്കൊന്ന് തരുമോ? നിങ്ങൾ ഈ പറഞ്ഞ രോഗം എന്റെ കുട്ടിയിലുണ്ട്, പാതിരാത്രി അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്. ചില ഉമ്മമാര് പറയും, ഉസ്താദേ, പാതിരാത്രി മകൻ ഇങ്ങനെ സംസാരിക്കും, എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാൻ. ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കാൻ. അല്ലേ? രണ്ട് പരാതിയാ പറഞ്ഞ. ഒന്ന്, ഇവൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. രണ്ട്, നടക്കുന്ന ആ നടപ്പിൽ തന്നെ അവൻ മൂത്രമൊഴിക്കും.
ചില കൊച്ചുമക്കൾ അങ്ങനെയാണ്. ചിലപ്പോ 9 വയസ്സായേക്കാം, 10 വയസ്സായേക്കാം. ചിലപ്പോ ആ പണ്ടത്തെ ശീലം ഇപ്പൊ ഉണ്ടാവും ആ കുട്ടിയില്. ചില മക്കൾക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്നാൽ അതെന്തുകൊണ്ടാണ്? പൈശാചികമായ ശർറ് വന്നതുകൊണ്ടാണ്. എന്നാൽ അവിടെ നിന്ന് ഉമ്മമാര് ഇപ്പോഴേ ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് മക്കൾക്ക് വെള്ളമെടുത്ത് കൊടുക്കുമ്പോൾ മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ ആയത്ത് 7 തവണ ഓതണം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇവിടെ 7 തവണ ആവർത്തിച്ചോതി എന്ന് പറഞ്ഞ വെള്ളത്തിൽ മന്ത്രിച്ച് നിങ്ങളുടെ മക്കൾക്കൊന്ന് കൊടുക്കുമോ? പൈശാചികമായ ശർറ് മാറട്ടെ. അത് മാത്രവുമല്ല, ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ നല്ലതുപോലെ അവൻ അല്ലാഹുവേ അവന്റെ മലമൂത്ര വിസർജനം അവൻ സ്വന്തമായി എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയിട്ട് നിർവഹിക്കട്ടെ. എല്ലാ ശർറുകളും മാറാനും എല്ലാ തിന്മകൾ മാറാനും ഉമ്മമാരെ നിങ്ങളൊന്ന് മനസ്സ് കൊടുത്താൽ അത് വിജയിക്കും ഉറപ്പാണ്. നിങ്ങളൊന്ന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിലൊരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളെ മുഴുവനും കബൂലാക്കി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്കൊക്കെ ചൊരിഞ്ഞു നൽകട്ടെ. അതുകൊണ്ട് ഈ പെണ്ണ് നേരെ വീട്ടിലേക്ക് പോയി. വീടിന്റെ അകത്തട്ടിൽ ചെന്ന് ആരും കാണാതെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. ആ വെള്ളമെടുത്തിട്ട് പ്രിയപ്പെട്ട കുഞ്ഞുമകനിക്ക് വേണ്ടിയിട്ട് ഓതി മന്ത്രിച്ചിട്ട് ആ വെള്ളം അങ്ങ് കൊടുക്കുകയാണ്. അല്ലാഹുവേ, തലേ ദിവസം വരെ കിടന്ന മൂത്രം ഒഴിച്ച മകനാണ്. ഇന്നതാ 6 ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു സ്വഭാവമില്ല, ആ ഒരു പ്രവണതയില്ല. ഉടൻ തന്നെ മഹാനുഭാവന്റെ മുമ്പിൽ വന്നു. വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. അല്ലാഹനെ സ്തുതിച്ചിട്ട് പറഞ്ഞു, മാഷാ അല്ലാഹ്, ഇപ്പൊ എന്റെ കുട്ടി കിടന്നിട്ട് മൂത്രമൊഴിക്കണില്ല. 6 ദിവസമായി. ചില കുട്ടികളുടെ ഉറക്കത്തിൽ പല്ല് കടിക്കാം. ഏതെങ്കിലും അല്പ പേടിയുള്ള ഉമ്മമാരാണെങ്കിൽ അവർ ആദ്യം എഴുന്നേറ്റോളൂ. ഇല്ലെങ്കിൽ ആ പല്ല് കടിക്കുന്ന മകനിക്ക് ഒരു അടിയെങ്കിലും കൊടുക്കും മിണ്ടാടക്കാൻ വേണ്ടി. കാരണം ഇവർക്കും പേടിയാണ് അല്ലേ? പല്ല് കടിച്ചു പിടിക്കുക അതൊക്കെ മാറണമെന്ന്. അത് മാത്രവുമല്ല, ചില കൊച്ചുമക്കളുണ്ട് 1 വയസ്സും 2 വയസ്സും 6 മാസവും ഒക്കെ പ്രായമുള്ള പ്രിയപ്പെട്ട കൊച്ചുമക്കളുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട കൊച്ചുമക്കള് കിടത്തുമ്പോൾ അവരുടെ നെറ്റിയിലേക്ക് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് എന്ന് തുടങ്ങിയിട്ട് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് 7 തവണ ഓതിയിട്ട് ആ മക്കളുടെ നെറ്റിയിൽ മന്ത്രിച്ചു കൊടുത്താൽ ആ മക്കൾ ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടും. കൊച്ചുമക്കളാണ്. ചില മക്കൾ പെട്ടെന്ന് ഉറക്കത്തിൽ കിടന്നിട്ട് ഒരൊറ്റ വിളിയാണ്, വല്ലാതെ സങ്കടമായി പോവും. എന്നാൽ അതെല്ലാം മാറാനുള്ള വഴി ഏതെന്നറിയുമോ? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്നുള്ളത് ആവർത്തിച്ചോതുമ്പോ അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത്. അവിടെ നമ്മൾ ആവർത്തിച്ചോദനം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് ഒരു ഉമ്മ ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന മർമ്മപ്രധാനമായൊരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ ആ കുട്ടി നന്നായി. ഇല്ലേ? ആ കുട്ടി മെച്ചപ്പെട്ടു. ജീവിതത്തിൽ ശൈത്താന്റെ ശർറിൽ നിന്നും ആ കുട്ടിക്ക് മോചനം കിട്ടും. ഇല്ലേ? പരിശുദ്ധമായ പവിത്രമായ അല്ലാഹുവിന്റെ ഖുർആനായത്. സിഹർ പോലെ, കണ്ണേറ് പോലുള്ള എല്ലാ രോഗങ്ങളും മാറാൻ ഈ ഒരു സൂറത്ത് കാരണം. അതുകൊണ്ടാണ് ഏറ്റവും നല്ല മനസ്സോടെ, ഏറ്റവും നല്ല നീയത്തോടെ ഏതൊരാളാണ് ചൊല്ലിക്കൊണ്ട് കടന്നു വരുന്നത്, ആ കുട്ടി അല്ലാഹുവേ മരിക്കുന്നത് വരെ ഒരു മോശത്തിലേക്ക് അവൻ പോവില്ല. ചെറുപ്പം മുതലേ ഉമ്മമാരങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കുട്ടി ഒരിക്കലും ഒരു മോശത്തിലേക്കും ഒരു സങ്കടത്തിലേക്കും ഒരു വിഷമത്തിലേക്കും ആ കുട്ടി പോകൂല. ഇല്ല എങ്കിലാണ്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലാണ് ആ കുട്ടി ആ ഒരു വൃത്തികേടിൽ, ആ ഒരു പ്രവണതയിലേക്ക് ആ കുട്ടി മാറിപ്പോകുന്നത്.
അതുകൊണ്ടാ നല്ല നീയത്ത് വെക്കണം. പിന്നെ ഒന്നുകൂടെ മഹാനുഭാവൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ പവിത്രമായ പരിശുദ്ധമായ അല്ലാഹുവിന്റെ സൂറത്തിൽപ്പെട്ട സൂറത്തായ സൂറത്തുൻ നാസ് ഓതുമ്പോൾ അല്ലാഹ് ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ നീയത്ത് മുമ്പിൽ വെച്ചിട്ട് ഓതണേ. ഏതൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ആ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഓതണം. അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാ നിങ്ങൾ ഓതുന്നതെങ്കിലോ അൽഹംദുലില്ലാഹ് നിങ്ങൾ വിജയിച്ചെന്ന് മാത്രമല്ല, നിങ്ങൾ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴിയിലൂടെ കടന്നു വന്ന മഹാമനുഷ്യനാണ് ഇവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഓതുമ്പോ ഏതാണോ നിങ്ങളുടെ മനസ്സിലുള്ള നീയത്ത് ആ നീയത്ത് കൊണ്ടുവരണം. ആ നീയത്ത് വെച്ചിട്ട് ഓതുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം കിട്ടുന്നത്. ഇപ്പൊ കുട്ടി എപ്പോഴും അവിടെ നിന്ന് പാതിരാത്രി ഇങ്ങനെ പല്ലിങ്ങനെ കടിച്ചു പിടിക്കും. അപ്പൊ ഉമ്മ മനസ്സുകൊണ്ട് നീയത്ത് ചെയ്ത് പടച്ചോനെ ഇനി മുതൽ എന്റെ കുട്ടിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, എന്റെ പേരക്കുട്ടിക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഇത് മന്ത്രിക്കാൻ. ഒരു നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം കിട്ടുക. അപ്പോ നല്ല നീയത്തോടെ ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അല്ലാഹുവേ, ഒരു ഉമ്മ ചെയ്യേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, ആ ഉമ്മക്ക് ഖുർആൻ ഓതാൻ പറ്റുന്ന സമയമാണെങ്കിൽ ആ മക്കളുടെ മുമ്പിൽ വെച്ച് ഉമ്മ ഒരല്പമെങ്കിലും ഖുർആൻ ഓതുന്നവരാകണം. ഖുർആൻ ഓതാൻ അറിയാവുന്നവരാണെങ്കിൽ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഉമ്മ ഒരല്പമെങ്കിലും അവിടെ നിന്ന് ഖുർആൻ ഓതുന്നവരായിട്ട് മാറണം. അതാ കുട്ടിയുടെ ബുദ്ധിക്ക് കൂർമ്മതയുണ്ടാകുമെന്ന്. ഉമ്മ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ കുട്ടി കേട്ടാൽ ആ കുട്ടിയുടെ ബുദ്ധിക്ക് അല്ലാഹു തആല ശക്തി കൊടുക്കുന്ന മറദിയൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കും. ഇല്ലേ? ഇത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു വേള ഒരു കുട്ടിയുടെ സങ്കടം പറഞ്ഞു ആ കുട്ടിക്ക് നല്ല ബുദ്ധി വരും, പക്ഷെ നിങ്ങൾ മോളെ നീ നിന്റെ വീട്ടിൽ അല്പമൊന്ന് ഖുർആൻ ഓതണം, ഒരു സൂറത്താണെങ്കിലും നീ അത് ഓതിയിട്ട് നീ ഇരിക്കണം. നിന്റെ കുട്ടികളെ അടുക്കൽ വിളിച്ചിരുത്തി നീ ഓതണം, ഇല്ലെങ്കിൽ നീ ആ കുട്ടികൾക്ക് ഓതി കൊടുക്കണം. ഒരായത്തെങ്കിലും അത് ആ കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണമാണ്. ഇല്ലേ? അലിയാർ തങ്ങളത് പറഞ്ഞു കൊടുക്കുകയാണെന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് കടന്നുപോയ ഈ പെണ്ണതാ നടന്ന് പോവുകയാണ്. നടന്ന് വീട്ടിലേക്ക് ചെന്നു. പ്രിയപ്പെട്ട പുന്നാര മകനെ അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ്. വിളിച്ചിരുത്തിയിട്ട് ഓതിയതേതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. ഇത്രയും ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ ഈ 4 ആയത്തുകളും അങ്ങോതണം. അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഓതിയാൽ അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് ഇത് ഓതുന്നതെങ്കിൽ അവർ പോലും അറിയാതെ അവർക്ക് അല്ലാഹു ബുദ്ധി കൂർമ്മത കൊടുക്കും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ ഓതണം, ഓതണം നബിയെ, വായിക്കണം. അല്ലാഹുവിന്റെ നാമം കൊണ്ട് ആരംഭിക്കും നബിയെ. അല്ലേ? ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ. അവിടെ നിന്ന് ആരാണ് കടന്നു വന്ന? മലക്ക് ജിബ്രീലാണ്. ജിബ്രീലും പാറി പറന്നു ത്വാഹ റസൂലിന്റെ അരികത്തായി വന്ന് പറഞ്ഞു നേരെ ഹബീബിന്റെ അത്ഭുതമായ കിനാവിലെന്നും കുളിർത്താരേ പാവനമായ നിലാവ് പോലെ ഊദിത്താരേ. അല്ലാഹുവേ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അങ്ങയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ നാമത്തിൽ അങ്ങ് ഓതണേ നബിയേ. അല്ലാഹുവേ, ഓതാൻ അറിയാത്ത ഹബീബ്, വായിക്കാൻ അറിയാത്ത ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് മുറുക്കെ പിടിച്ചു, നബിയേ ഓതണം നബിയേ. അല്ലമ ബിൽ ഖലം.
പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച, നല്ലതുപോലെ സന്തോഷം തന്ന അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം നബി ഓതി നബിയെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഈ സൂറത്ത് നമ്മുടെ മക്കൾ എല്ലാ വ്യാഴാഴ്ചയും ഓതണം. നിങ്ങൾ ഓതിപ്പിക്കണം. എല്ലാ വ്യാഴവും നിങ്ങളുടെ മക്കളെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ആ മക്കൾക്ക് നല്ല ബുദ്ധി വർദ്ധിക്കും. അല്ലെ, കൊച്ചുമക്കളാണെങ്കിൽ ഉമ്മ അരികത്തിരുന്നു കൊണ്ട് ഓതിക്കൊടുക്കണം. അതാ കൊച്ചുമക്കൾ കേൾക്കണം. ആ മക്കൾ കേൾക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ ബുദ്ധി സന്തോഷത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരും, ആനന്ദത്തിന്റെ വഴിയിലേക്ക് വരും. അതിനാണ് അവിടുന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചു കൊടുത്ത അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് അങ്ങനെ അതാ ഈ പെണ്ണതാ നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ആരാണ് പാരായണം ചെയ്യുന്നത്? ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹുസൈൻ തങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യുകയാണ്. ആരാ ഹുസൈൻ? സുരലോക സുവർഗത്തിൽ സുഗന്ധപ്പൂ റാണിയാമി സുന്ദരി മണി ബീവി ഫാത്തിമ റളിയല്ലാഹ്. അഗമിയിൽ മികൈന്തുള്ള സുറുമക്കന്നാലിയാളെ സുരബില സുരറാണി ഫാത്തിമ റളിയല്ലാഹ്. ഹസൻ ഹുസൈൻ മോഹസീനും നമ്മുൽ കുൻസൈനബന്നഞ്ച. അല്ലാഹുവേ, ഹസൻ ഹുസൈൻ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങള് ഹസനും ഹുസൈനും. ഹുസൈൻ റളിയല്ലാഹു അൻഹു നല്ല ഓതുന്ന ആളാണ്. അങ്ങനെ ഓതുമ്പോൾ എല്ലാ ദിവസവും ഒരു ടൈം വെച്ച് ഓതാറുണ്ട്. ആ സമയം അതാ പുന്നാര മകനെ കൊണ്ടുപോയി ഹുസൈൻ തങ്ങൾ ഓതുകയാണ്, ഓതുന്ന കേൾപ്പിക്കുകയാണ്. ഒറ്റ ദിവസം അത് ഓതുന്ന കേൾപ്പിച്ചു. പിന്നെ നേരെ തിരിച്ചു വന്നു. വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും അവിടുന്ന് പവിത്രമായ അള്ളാഹുവിന്റെ ഈ കലാം ഇങ്ങനെ ഓതാൻ തുടങ്ങി. മകനെ വിളിച്ചരികത്തിരുത്തും. ആ പ്രിയപ്പെട്ട പുന്നാര മകൻ അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അത് ഓതിക്കൊണ്ട് കടന്നു വരികയാണ്. യാ അല്ലാഹ്, ദിവസങ്ങൾ കഴിഞ്ഞില്ല. ആ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ, നല്ല ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ മകനായി മാറി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ മക്കളെ നല്ലവരാക്കാം, നല്ല ബുദ്ധിയുള്ളവരാക്കാം. ഇപ്പൊ ആരും കേൾപ്പിച്ചൊന്നും ഓതണമെന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് മന്ത്രിക്കുമ്പോ എന്തെങ്കിലും കോതി കൊടുക്കുമ്പോ അതിന്റെ ഇടയിൽ സൂറത്ത് അല്ല കോതി കൊടുക്കണം. അത് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാറ്റാണത്. കളയരുത്, അമൂല്യമായ മുത്താണ്. ഇല്ലേ? അത് മാത്രവുമല്ല, മഹാമനുഷ്യൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന നാലാമത്തെ കാര്യം ഏതെന്നറിയുമോ? മോളെ, നിന്റെ മകനെ കൊണ്ട് നല്ല ഒരാളാകാൻ ആഗ്രഹിക്കുന്നു. ഒരാളെ കൊണ്ടും ഒന്നും പറയാത്ത, ഒരു മനുഷ്യനെ കൊണ്ടും തെറ്റാണെന്ന് പറയിപ്പിക്കാത്ത നല്ല ഒരു മോനാണെന്ന് പറയിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? എല്ലാവരുടെ ആഗ്രഹം അങ്ങനെ. മക്കളെന്ന് പറയുമ്പോൾ ആ മക്കളെ കൊണ്ട് നല്ലവരാണെന്ന് പറയിപ്പിക്കും. എന്റെ മകൻ, എന്റെ മകൾ ഞാൻ പറയും പോലെ തന്നെ കേൾക്കുമെന്ന് പറയുന്നവർ, ഞാൻ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ കടന്നു പോകുന്നുവെന്ന് പറയുന്നവർ, അങ്ങനെയുള്ള മക്കളാകണം. അപ്പോഴാണ് നമുക്കിവിടെ വിജയിക്കാൻ പറ്റുന്നത്. ആ സമയമാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. ഇല്ലേ? നമ്മുടെ മക്കൾ ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവേ, നമ്മുടെ മക്കൾ ഒരിക്കലും ഒരാളെ പറ്റി കുറ്റം പറയുന്ന, നമ്മുടെ മക്കളെ പറ്റി മോശം പറയുന്ന ഒരവസ്ഥ വരല്ലേ. അതിനെന്ത് വേണമെന്നറിയുമോ? അതിനെന്തേ ചൊല്ലേണ്ടെന്ന് എന്നറിയുമോ? അത് മറ്റൊന്നുമല്ല, അല്ലാഹുവേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം.
അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത്രമാത്രം മതി. ഒരു നീയത്ത് മനസ്സിൽ കരുതി ഈ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ അവരുടെ മകനെ എങ്ങനെയാണോ അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോലത്തിൽ അവരുടെ മകനായി മാറും. അവർ ഇഷ്ടപ്പെടുന്നവരാകും. അവനെ ആ ഉമ്മാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല, ബാപ്പാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല. അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറുമെന്നാണ്. അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറും. പക്ഷെ എന്ത് വേണം? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പക്ഷെ കാര്യം നിസ്സാരാണ്. പക്ഷെ അത് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നിങ്ങൾ വിജയിച്ചു. ഇല്ലേ? എല്ലാരും ചൊല്ലു ഉറങ്ങല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തെണ്ണം ബബാബ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മൾ ഈ ചൊല്ലിയത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ അല്ലാഹു നമ്മളെ എല്ലാവരെയും എത്തിക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ജീവിതം അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സന്തോഷം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിലേക്ക് നിറകണ്ണുകളോടെ പെങ്ങളെ നിങ്ങളൊന്ന് കണ്ണുയർത്തി കരമുയർത്തിയിട്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹ് പാതിരാത്രിയിൽ 1 മണിക്കും 2 മണിക്കും നിങ്ങളുടെ മക്കള് വഴിയോരത്ത് കറങ്ങി നടക്കുന്നവരാകില്ല. പാതിരാത്രിയാകുന്നതിന് മുമ്പ് അവർ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിൽ വരും. അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരും. അവർ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വരും. അവർ നിങ്ങളെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ചൊല്ലിക്കോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നല്ല നീയത്തും നല്ല മനസ്സും നിങ്ങൾ കൊണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങളെ വിജയിച്ചു 100%. അതിലൊരു മാറ്റവുമില്ല. അതിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ വേണ്ടി സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ ജീവനല്ലേ പെങ്ങളെ. അവരെവിടെങ്കിലും പോയെന്നറിഞ്ഞാൽ ഉമ്മ പറയുന്ന കേൾക്കാതിരുന്നാൽ നിങ്ങൾ ഓരോരുത്തർക്കും അതൊരു വിഷമമാണ്, ഓരോരുത്തർക്കും അതൊരു സങ്കടമാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, സുബ്ഹാനല്ലാഹ്, മോളെ നിന്റെ മകനെ നല്ലതുപോലെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ? നീ മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു ഓടി വന്നിട്ട് കവിൾത്തടത്തിൽ മൊത്തം തന്ന് നിനക്ക് വേണ്ടി ദുആരക്കുന്ന, നിനക്ക് വേണ്ടി റബ്ബിനോട് കരഞ്ഞിട്ട് പറയുന്ന ഒരു മകനെ നിനക്ക് വേണോ മോളെ? ഒരു മകനെ നിനക്ക് വേണോ മോളെ? അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് നീ അങ്ങ് ചൊല്ലിയിട്ട് നിന്റെ അരിമക്കൾക്ക് വേണ്ടി ഏതെന്നാണ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ദുആരക്കുന്നത്, ആ ദുആ അല്ലാഹു തട്ടിക്കളയൂല്ല, അല്ലാഹു സ്വീകരിക്കാതെ മടക്കൂല്ല. പക്ഷെ അത് വേണോന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ചൊല്ലണം. നിങ്ങളുടെ മക്കൾ നല്ലവരാകും 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങളത് ചൊല്ലാനുള്ള മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ സന്തോഷത്തിന്റെ വഴികളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനുഭാവന്മാർ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, മോനെ ജീവിതത്തിൽ, മോളെ ജീവിതത്തിൽ അല്ലാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ സൗന്ദര്യം ഏതെന്നറിയുമോ? നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ്.
ആ പ്രിയപ്പെട്ട പുന്നാരമക്കൾ നിന്നെ അനുസരിച്ചുകൊണ്ട് നിന്നെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ അവിടെയാ നിനക്ക് വിജയം ലഭിക്കുന്നത്. നിന്നെ അനുസരിക്കാതെ നിന്നെ കേൾക്കാതെ നീ പറയുന്ന ഒന്നും ചിന്തിക്കാതെ അവര് കടന്നു പോവുകയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് അവിടെ നഷ്ടമാണ്. ഇല്ലേ? ഇതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് എന്നും പരാതിയുമായി മസ്ജിദ് നബവിയിൽ വരും. എന്നും മകന്റെ പരാതിയാണ്. മകൻ 20, 26, 30 വയസ്സൊക്കെയായി. പക്ഷെ ഒരു വഹ പറഞ്ഞാൽ കേൾക്കില്ല. ഉമ്മ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് അവന്, ബാപ്പ എന്ന് പറഞ്ഞാൽ അവനക്ക് വെറുപ്പാണ്. അങ്ങനെ ഉള്ളൊരു മകൻ അവനെ എങ്ങനെ ചൊവ്വാക്കും? അവനെ എങ്ങനെ മെച്ചപ്പെടുത്തും? സുബ്ഹാനല്ലാഹ്, കഴിയുന്നില്ല. സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണീരിന്റെ വഴികളിലൂടെ ആ ഉമ്മ നടന്ന് നീങ്ങുകയാണ്. അവസാനം ആരോ പറഞ്ഞു കൊടുത്തു, മോളെ നല്ലതുപോലെ ചൊല്ലാൻ പറ്റുമോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നല്ലതുപോലെ ഈ ദിക്ർ ചൊല്ലി നീ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നാൽ നിന്റെ മകൻ നീ പറയുന്നത് പോലെ നീ പറയുന്ന ഏതെല്ലാം വഴിയുണ്ടോ അതെല്ലാം അതെല്ലാം മാറ്റി നല്ല വഴികളിലൂടെ കടന്നു വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞത് വളരെ കുറച്ച് സമയമാണ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിൽ സംഗമിച്ച എല്ലാവരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ആവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലാ. ഉമ്മാന്റെ ക്യാൻസർ മാറണമെന്ന് പറഞ്ഞ കമന്റിലിട്ടിരുന്നു. അല്ലാഹുവേ, നീ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പല ഉമ്മമാരും അല്ലാ ജീവിച്ചിരിക്കുമ്പോ കണ്ണിന്റെ വിലയറിയില്ല അല്ലാ. ചില മക്കളുണ്ട്, ഒന്നിനും കഴിയാത്ത പെൺമക്കൾ, ആൺമക്കളുണ്ട്. അവർക്ക് ഉമ്മയുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനെ ഉള്ള ഉമ്മമാർക്ക് രോഗം കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല പടച്ചവനെ. അല്ലാ, ഞങ്ങളുടെ അരിമ മക്കളെ നീ കാക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാ, വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യം കരഗതമാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല തമ്പുരാനെ, നീ തട്ടിക്കളയല്ല തമ്പുരാനെ, നീ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ലാ. പടച്ചോനെ, ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് ചെയ്തോ അത് മുഴുവനും നീ ഖബൂലാക്കണേ റബ്ബേ. നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഇഷ്ടപ്പെടണേ റബ്ബേ. ഈ മജ്ലിസിൽ വന്ന ഒരു ഉമ്മയെയും പാഴാക്കല്ല അല്ലാ, ഒരു സഹോദരിയെയും പാഴാക്കല്ല അല്ലാ. പലരും പല പല രോഗത്തിലാണ്, പല സങ്കടത്തിലാണ്, പല ദുഃഖത്തിലാണ്, പല പ്രയാസത്തിലാണ്. അതെല്ലാം മാറ്റണേ അല്ലാ. എല്ലാം നീ മാറ്റണേ റബ്ബേ. ഖൈർ കൊടുക്കണേ റബ്ബേ. കൊളസ്ട്രോൾ പോലെ, ഷുഗർ പോലെ, വെരിക്കോസ് പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നീ തുടയ്ക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.